ओम नमो भगवते वासुदेवाय. ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ അഥ ത്രയോദശോധ്യായഃ. 15ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കി ഭാഗങ്ങൾ നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ അഥ ത്രയോദശോധ്യായഃ. ശ്രീശുക ഉവാച. നിശമ്യ വാചം വദതോ മുനേഃ പുണ്യതമാം നൃപാ ഭൂയ പപ്രച്ഛ കൗരവ്യോ വാസുദേവ കഥാധൃതഃ. വിദുര ഉവാച. സ വൈ സ്വായംഭുവഃ സമ്രാട് പ്രിയപുത്ര സ്വയംഭുവഃ പ്രതിലഭ്യ പ്രിയാം പത്നീം കിം ചകാര തതോ മുനേ. ചരിതം തസ്യ രാജർഷേർ ആദിരാജസ്യ സത്തമാ ബ്രൂഹി മേ ശ്രദ്ധാനായ വിശ്വക്സേനാശ്രയോ ഹ്യസൗ. ശ്രുതസ്യ പുംസാം സുചിരശ്രമസ്യ നന്വഞ്ജസാ സൂരിഭിരീഡിതോऽർത്ഥഃ യത്തദ്ഗുണാനുശ്രവണം മുകുന്ദപാദാരവിന്ദം ഹൃദയേഷി യേഷാം. ശ്രീശുക ഉവാച. ഇതി ബ്രുവാണം വിദുരം വിനീതം സഹസ്രശീർഷ്ണശ്ചരണോപധാനം പ്രഹൃഷ്ടരോമാ ഭഗവത്കഥായാം പ്രണീയമാനോ മുനിരഭ്യജഷ്ട. മൈത്രേയ ഉവാച. യഥാ സ്വഭാര്യാ സാകം ജാതസ്വായംഭുവോ മനുഃ പ്രാഞ്ജലിഃ പ്രണതശ്ചേദം വേദഗർഭമഭാഷത. ത്വമേകഃ സർവഭൂതാനാം ജന്മകൃദ്വൃത്തിതഃ പിതാ അഥാപി ന പ്രജാനാം തേ ശുശ്രൂഷാ കേന വാ ഭവേത്. തദ്വിധേഹി നമസ്തുഭ്യം കർമ്മസ്വീഡ്യാത്മശക്തിഷു യത്കൃത്വേഹ യശോ വിശ്രക് അമുത്ര ച ഭവേത് ഗതി. ബ്രഹ്മോവാച. പ്രീതസ്തുഭ്യമഹം താതാ സ്വസ്തിസ്താദ്വാം ക്ഷിതീശ്വര യന്നർവ്യളീകേന ഹൃദാ ശാധിമേത്യാത്മനാർപ്പിതം. ഏതാവത്യാത്മജൈർവീരഃ വീര കാര്യാഹ്യപചിതിർഗുരൗ ശക്ത്യാ പ്രമത്തേർഗൃഹ്യേത സാദരം ഗതമത്സരൈഃ. സത്വമസ്യാപത്യാനി സദൃശാന്യാത്മനോ ഗുണൈഃ ഉൽപാദ്യ ശാസധർമ്മേണ ഗാം യജ്ഞൈഃ പുരുഷം യജ. പരം ശുശ്രൂഷണം മഹ്യം സ്യാത് പ്രജാരക്ഷയാ നൃപ ഭഗവാംസ്തേ പ്രജാഭർത്തുർ ഋഷീകേശോ ന തുഷ്യതി. യേഷാം ന തുഷ്ടോ ഭഗവാൻ യജ്ഞലിംഗോ ജനാർദ്ദനഃ തേഷാം ശ്രമോ ഹ്യപാർത്ഥായ യദാത്മാനാദൃതഃ സ്വയം. മനുരുവാച. ആദേശേകം ഭഗവതോ വർത്തേയാമീവ സൂദന സ്ഥാനം ത്വികാനുജാനീഹി പ്രജാനാം മമ ച പ്രഭോ. യദോഗഃ സർവസത്വാനാം മഹിമഗ്നാമഹാംഭസി അസ്യ ഉദ്ധരണേ യത്നോ ദേവദേവ്യാ വിധീയതാം. 16ാമത്തെ ശ്ലോകം. മൈത്രേയ ഉവാച. പരമേഷ്ഠീ തത്വപാം മധ്യേ തഥാ സന്നാം അവേക്ഷ്യ ഗാം കഥമേനാം സമുന്നേഷ്യ ഇതി ദധ്യൗ ധിയാ ചിരം. പരമേഷ്ഠീ ത്വപാം മധ്യേ തഥാ സന്നാമവേക്ഷ്യ ഗാം കഥമേനാം സമുന്നേഷ്യ ഇതി ദധ്യൗ ധിയാ ചിരം. പരമേഷ്ഠീ ത്വാം മധ്യേ തഥാ സന്നാം അവേക്ഷ്യ ഗാം. ആ ഭൂമിയെ വെള്ളത്തിന് അടിയിൽ കണ്ടു ബ്രഹ്മാവ്. പരമേഷ്ഠി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ആ ഭൂമിയെ ജലത്തിൻ്റെ മധ്യത്തിൽ അങ്ങനെ മുങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് കഥമേനാം സമുന്നേഷ്യ എങ്ങനെയാണ് ഇവളെ ഒന്ന് ഉയർത്തിയെടുക്കുക, സമുന്നേഷ്യ പൊക്കിയെടുക്കുക, ഇതി ദധ്യൗ ധിയാ ചിരം ഇങ്ങനെ മനസ്സുകൊണ്ട് വളരെയധികം ചിന്തിച്ചു എന്നർത്ഥം. പരമേഷ്ഠീ ത്വപാം മധ്യേ തഥാ സന്നാം അവേക്ഷ്യ ഗാം കഥമേനാം സമുന്നേഷ്യ ഇതി ദധ്യൗ ധിയാ ചിരം. അപ്പോൾ ഭൂമി കടലിൽ മുങ്ങിപ്പോയതാണ്. കടലിൽ മുങ്ങിപ്പോയ ഭൂമിയെ പുറത്തെടുക്കണം. അതാണ് സ്വയംഭുവ മനുവിനോട് കൊടുത്ത സ്ഥലം ആ ഭൂമിയാണ്. അപ്പോൾ ആ ഭൂമിയെ ഉയർത്തണം, ഉദ്ധരിക്കണം. അതിനെന്താ ചെയ്യുക എന്നുള്ളതാണ് അതിനെപ്പറ്റി ആലോചിച്ചു എന്നർത്ഥം. അതിലത്തെ പദങ്ങൾ പരമേഷ്ഠീതു ആ ബ്രഹ്മാവാകട്ടെ, ഗാം ഭൂമിയെ, അപാം മധ്യേ ജലമധ്യത്തിൽ, തഥാ സന്നാം അവിധം നിമഗ്നയായിട്ട്, അവേദ്യ കണ്ടിട്ട്, അവേദ്യല്ല അവേക്ഷ്യ കണ്ടിട്ട്, അങ്ങനെ നിമഗ്നയായി കണ്ടിട്ട്, അവേക്ഷ്യ കണ്ടിട്ട്,
ഏനാം കഥം ഇവളെ എങ്ങനെ സമുന്നേഷ്യെ പൊക്കിയെടുക്കും, ഇവളെ എങ്ങനെ പൊക്കിയെടുക്കും. ഇതി ധിയ ചിരം ദധ്യൗ എന്ന് മനസ്സുകൊണ്ട് വളരെയധികം ചിന്തിച്ചു. ഇതി ധിയ ചിരം ദധ്യൗ എന്ന് മനസ്സുകൊണ്ട് വളരെ ചിന്തിച്ചു. ഒന്നും കൂടി പറയാം. പരമേഷ്ഠീതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവാകട്ടെ ഗാം ആ ഭൂമിയെ അപാം മധ്യേ ജലമധ്യത്തിൽ നിന്നും തഥാസന്നാം അവിധം നിമഗ്നയായിട്ട് അപേക്ഷ്യ കണ്ടിട്ട് ഏനാം കഥം ഇവളെ എങ്ങനെ സമുന്നേഷ്യെ ഇവളെ എങ്ങനെ സമുന്നേഷ്യെ പൊക്കിയെടുക്കും. ഇതി ധിയാ ചിരം ദധ്യൗ എന്ന് മനസ്സുകൊണ്ട് വളരെയധികം ചിന്തിച്ചു. അപ്പോൾ ഇതിലത്തെ ആ അന്വയം പരമേഷ്ഠീതു ഗാം അപാം മധ്യേ തഥാസന്നാം അവേക്ഷ്യ ഏനാം കഥം സമുന്നേഷ്യെ ഇതി ധിയാ ചിരം ദധ്യൗ. എന്നുകൂടി പറയാം. പരമേഷ്ഠീതു ഗാം അപാം മധ്യേ തഥാസന്നാം അവേക്ഷ്യ ഏനാം കഥം സമുന്നേഷ്യെ ഇതി ധിയാ ചിരം ദധ്യൗ. ബ്രഹ്മാവാകട്ടെ ഭൂമിയെ ജലമധ്യത്തിൽ അവിധം നിമഗ്നയായി കണ്ടിട്ട് ഇവളെ എങ്ങനെ പൊക്കിയെടുക്കും എന്ന് മനസ്സുകൊണ്ട് വളരെയധികം ചിന്തിച്ചു. ആ ബ്രഹ്മാവാകട്ടെ ഭൂമിയെ ജലമധ്യത്തിൽ അവിധം നിമഗ്നയായി കണ്ടിട്ട് ഇവളെ എങ്ങനെ പൊക്കിയെടുക്കും എന്ന് മനസ്സുകൊണ്ട് വളരെയധികം ചിന്തിച്ചു എന്നർത്ഥം. ഭൂമി ജലത്തിൽ മുങ്ങിക്കിടക്കുന്നതായി കണ്ടിട്ട് ആ ബ്രഹ്മാവ് ഇവളെ എങ്ങനെ പൊക്കിയെടുക്കുമെന്ന് ഗൗരവമായിട്ട് ചിന്തിച്ചു. ബ്രഹ്മാവാകട്ടെ ആ പ്രളയസമുദ്രത്തിൽ പിന്നെയും ഭൂമി മുങ്ങിയതായി കണ്ടിട്ട് അതിനെ ഞാൻ എങ്ങനെ ഉദ്ധരിക്കും എന്ന് വളരെ നേരം ചിന്തിച്ചു നോക്കി. മൈത്രേയ മഹർഷി പറയുകയാണ്, ബ്രഹ്മാവാകട്ടെ ആ മനുവിൻ്റെ വചനം കേട്ടിട്ട് നിരൂപണം ചെയ്തപ്പോൾ, അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ ഭൂമി ജലത്തിൽ മുങ്ങിയിരിക്കുന്നുവെന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ടറിഞ്ഞു. അങ്ങനെ ആ സർവനിവാസസ്ഥാനമായിരിക്കുന്ന ഇതിനെ എങ്ങനെയാണ് ഉയർത്തേണ്ടതെന്ന് സ്വബുദ്ധിയെ ചലിപ്പിക്കാതെ കുറെ നേരം അതിനെ പറ്റിയിട്ട് ചിന്തിച്ചു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ. അപ്പം അതിൻ്റെ വ്യാഖ്യാനം വരുന്നത് നോക്കാം. അപ്പം മൈത്രേയ ഉവാച തഥാ ബ്രഹ്മ ജലമധ്യേ. മൈത്രേയൻ പറഞ്ഞു, അങ്ങനെ ആ ബ്രഹ്മാവ് ജലമധ്യത്തിൽ ജലമധ്യത്തിൽ അങ്ങനെ മുങ്ങിയിരിക്കുന്ന മഹീം വീക്ഷ്യ ആ ഭൂമിയെ നോക്കിയിട്ട് കഥമേനാം ഉദ്ധരിഷ്യാം ഇതിനെ എങ്ങനെ ഉദ്ധരിക്കും, കഥമേനാം ഉദ്ധരിഷ്യാം ഇത്യചിന്തയൻ ഇതിനെ പറ്റിയിട്ട് വളരെയധികം ചിന്തിച്ചു എന്നർത്ഥം. അപ്പോൾ ഒന്നുകൂടി പറയാം. മൈത്രേയ ഉവാച തഥാ ബ്രഹ്മ ജലമധ്യേ മഗ്നാം മഹീം വീക്ഷ്യ കഥമേനാം ഉദ്ധരിഷ്യാമീത്യചിന്തയൻ അചിന്തയത്. അതാണ് അതിലത്തെ വ്യാഖ്യാനം വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 17ാമത്തെ ശ്ലോകം. സൃജതോ മമ ക്ഷിതിർവാർഭി പ്ലാവ്യമാനാരസാം ഗദാ. 3 പാദങ്ങളുണ്ട്. അഥാത്ര കിമനുഷ്ഠേയം അസ്മാഭി സ്വർഗയോജിതൈഃ യസ്യാഹം ഹൃദയാദാസം സൈശോ വിദധാതു മേ. സൃജതോ മേ ക്ഷിതിർവാർഭി പ്ലാവ്യമാനാ രസാം ഗതാ അഥാത്ര കിമനുഷ്ഠേയമസ്മാഭി സ്വർഗയോജിതൈഃ യസ്യാഹം ഹൃദയാദാസം സൈശോ വിദധാതു മേ. അപ്പോൾ സൃജതോ മേ ഞാൻ അങ്ങനെ സൃഷ്ടി ചെയ്യവേ വാർഭി ആ ജലത്താൽ പ്ലാവ്യമാന മുങ്ങപ്പെട്ട ആ ഭൂമി
രസാം ഗത, രസാതലത്തിലേക്ക് പോയി, അതായത് പാതാളത്തിലേക്ക് മുങ്ങിപ്പോയി എന്നർത്ഥം. സ്വർഗയോജിതൈഹി, ആ സൃഷ്ടിയിൽ നിയുക്ത, സർഗയോജിതൈഹി, ആ സൃഷ്ടിയിൽ സ്വർഗയോജിതയിലല്ല സർഗയോജിതൈഹി, സൃഷ്ടിയിൽ നിയുക്തരായിരിക്കുന്ന അസ്മാഭി, നമ്മളാൽ ഈ കാര്യത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന്, അഥാത്ര കിമനുഷ്ഠേയം അസ്മാഭി, നമ്മളാൽ എന്തു ചെയ്യണം, ഈ സൃഷ്ടിയിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മളാൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചപ്പോൾ യസ്യാഹം ഹൃദയാദാസം, ഈ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആ ഹൃദയത്തിൽ നിന്നും ആഹം, യസ്യാഹം, ഹൃദയത്തിൽ നിന്ന് അഹം ആസം, യസ്യാഹം, ആ ഞാനും ഉത്ഭവിച്ചുവോ, ഹൃദയാദാസം, ഹൃദയാത് ആസം, ഉത്ഭവിച്ചുവോ ആ ഈശ്വരൻ, സ ഈശോ, എനിക്ക് തോന്നിപ്പിക്കട്ടെ, വിദധാതു, എനിക്ക് എന്നെ തോന്നിപ്പിക്കട്ടെ. അപ്പൊ ഇനി എങ്ങനെയാണ് അതിനെ ഉദ്ധരിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരൻ തന്നെ എനിക്ക് തോന്നിക്കട്ടെ എന്നുള്ളത് ആ ബ്രഹ്മാവ് പറയുകയാണ്. അതിലത്തെ പദങ്ങളെ മേ സൃജത, ഞാൻ സൃഷ്ടി ചെയ്യവേ, വാർഭിഹി, ആ ജലത്താൽ, പ്ലാവ്യമാന, മുക്കപ്പെട്ട്, ക്ഷിതീ, ആ ഭൂമി, രസാം, രസാതലത്തിലേക്ക്, ഗത, താഴ്ന്നുപോയി, സർഗയോജിതൈഹി, ആ സൃഷ്ടിയിൽ നിയുക്തരായിരിക്കുന്ന അസ്മാഭിഹി, നമ്മളാൽ, അഥ അത്ര, ഇനി ഈ കാര്യത്തിൽ, കിം അനുഷ്ഠേയം, എന്താണ് ചെയ്യേണ്ടതെന്ന്, യസ്യ, ആരുടെ, ഹൃദയത്തിൽ നിന്ന്, അഹം ആസം, ഞാൻ ഉത്ഭവിച്ചുവോ, സ ഈശഃ, ആ ഈശ്വരൻ, മേ, എനിക്ക്, വിദധാതു, തോന്നിക്കട്ടെ. ഒന്നും കൂടി പറയാം. മേ സൃജതഃ, ഞാൻ സൃഷ്ടി ചെയ്യവേ, വാർഭിഹി, ജലത്താൽ, പ്ലാവ്യമാന, മുക്കപ്പെട്ട്, ക്ഷിതിഹി, ഭൂമി, രസാം, രസാതലത്തിലേക്ക്, ഗത, താഴ്ന്നുപോയി, സർഗയോജിതൈഹി, സൃഷ്ടിയിൽ നിയുക്തരായ അസ്മാഭിഹി, നമ്മളാൽ, അഥ അത്ര, ഇനി ഈ കാര്യത്തിൽ, കിം അനുഷ്ഠേയം, എന്താണ് ചെയ്യേണ്ടതെന്ന്, യസ്യ, ആരുടെ, ഹൃദയത്തിൽ നിന്ന്, അഹം ആസം, ഞാൻ ഉത്ഭവിച്ചുവോ, സ ഈശഃ, ആ ഈശ്വരൻ, മേ, എനിക്ക്, വിദധാതു, തോന്നിക്കട്ടെ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന അന്വയം, മേ സൃജതഃ വാർഭി പ്ലാവ്യമാന ക്ഷിതിഃ രസാം ഗത സർഗയോജിതൈഃ അസ്മാഭിഃ അഥ അത്ര കിം അനുഷ്ഠേയം യസ്യ ഹൃദയാത് ആഹം ആസം സ ഈശഃ മേ വിദധാതു. എന്നുകൂടി പറയാം. സൃജതഃ മേ സൃജതഃ വാർഭിഃ പ്ലാവ്യമാന ക്ഷിതിഃ രസാം ഗത സർഗയോജിതൈഃ അസ്മാഭിഃ അഥ അത്ര കിം യസ്യ ഹൃദയാത് അഹം ആസം സ ഈശഃ മേ വിദധാതു. ഞാൻ സൃഷ്ടി ചെയ്യവേ ജലത്താൽ മുക്കപ്പെട്ട ആ ഭൂമി രസാതലത്തിലേക്ക് താഴ്ന്നുപോയി. ആ സൃഷ്ടിയിൽ നിയുക്തരായിട്ടുള്ള നമ്മളാൽ ഇനി ഈ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആ ഹൃദയത്തിൽ നിന്നും ഞാൻ ഉത്ഭവിച്ചുവോ, എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ ഉത്ഭവിച്ചുവോ ആ ഈശ്വരൻ എനിക്ക് തോന്നിക്കട്ടെ. എന്നുകൂടി പറയാം. ഞാൻ സൃഷ്ടി ചെയ്യവേ മുക്കപ്പെട്ട് ജലത്താൽ മുക്കപ്പെട്ട് രസാതലത്തിലേക്ക് താഴ്ന്നു പോയിരിക്കുന്ന ആ ഭൂമി സൃഷ്ടിയിൽ നിയുക്തരായ നമ്മളാൽ ഇനി ഈ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആരുടെ ഹൃദയത്തിൽ നിന്നും ഞാൻ ഉത്ഭവിച്ചുവോ ആ ഈശ്വരൻ എനിക്ക് തോന്നിക്കട്ടെ. ബ്രഹ്മാവ് അനുസ്മരിക്കുകയാണ്. ഞാൻ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കെ ജലം വ്യാപിച്ച് ആ ഭൂമിയെ രസാതലത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ സൃഷ്ടി ചെയ്യുവാൻ നിയുക്തരായിട്ടുള്ള നാം എന്തു ചെയ്യണം? യാതൊരാളുടെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഉണ്ടായോ ആ ഭഗവാൻ തന്നെ ഒരു വഴി തോന്നിക്കണമേ. സൃഷ്ടി ചെയ്ത് കൊണ്ടിരിക്കെ ഭൂമി പ്രളയജലത്താൽ മുക്കപ്പെട്ട് ആ രസാതലത്തിലെത്തി. സൃഷ്ടിയിൽ നിയോഗിക്കപ്പെട്ട ഞങ്ങൾ ഇനി ഇവിടെ എന്തു ചെയ്യണം? ആരിൽ നിന്ന് ഞാൻ ഉണ്ടായോ ആ ഭഗവാൻ തന്നെ കാര്യം നിർവഹിച്ച് അനുഗ്രഹിക്കട്ടെ.
ഞാൻ പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കെ പ്രജകൾക്കിരിപ്പാനുള്ള സ്ഥാനമായ ഭൂമിയെ ജലം അതിക്രമിച്ചതുകൊണ്ട് ഭൂമി പാതാളത്തിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ സർവേശ്വരൻ പ്രജകളെ സൃഷ്ടിക്കുന്നതിനായിട്ട് നിയമിച്ചിരിക്കുന്ന ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പം ഇതിലെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. അഹോ മേ ക്ഷിതിർജലൈഹി, ഞാൻ ഈ ഭൂമി ജലൈഹി ജലത്തിൽ പ്ലാവ്യമാനാ സതി, മുങ്ങിപ്പോയിരിക്കുന്ന ആ ഭൂമിയെ രസാതലം ഗത, രസാതലത്തിലേക്ക് പോയത് കണ്ടിട്ട്, അഹോമേ ക്ഷിതിർജലൈഹി പ്ലാവ്യമാനാ സതി രസാതലം ഗത അത്ര കിം കർത്തവ്യം, ഇനി എന്ത് ചെയ്യും, എൻ്റെ കർത്തവ്യം എന്താണ് എന്ന്. യസ്യ ഹൃദയാത് അഹം ഉൽപ്പന്നഃ, ഇതിന് എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ ഉത്ഭവിച്ചു, ആ ഈശ്വരൻ ഉത്ഭവിച്ചു. സ ഈശോ, ആ ഈശ്വരൻ തന്നെ മേ കാര്യം, എൻ്റെ ഈ കാര്യം സമ്പാദയതു ഇതി, അതിനെ എന്താണ് ചെയ്യേണ്ടതെന്നതിനെ പറ്റിയിട്ട് സമ്പാദിച്ചിട്ട് അതിൻ്റെ ആ സൂത്രം എനിക്ക് പറഞ്ഞു തരണം. സമ്പാദയതു ഇതി ധ്യായതസ്തസ്യ, അങ്ങനെ എനിക്ക് അദ്ദേഹം തന്നെ പറഞ്ഞു തരണം എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടി പറയാം. തഥാ ബ്രഹ്മ ജലമധ്യമഗ്നം മഹീം വീക്ഷ്യ കഥമേനാം ഉദ്ധരിഷ്യാം ഇത്യചിന്തയത് അഹോ മേ ക്ഷിതിർജലൈ പ്ലാവ്യമാനാ സതി രസാതലം ഗതാ അത്ര കിം കർത്തവ്യം എന്നുള്ളതാണ് അതിലെ പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനം. അപ്പോൾ ആ ബ്രഹ്മാവ് ഇങ്ങനെ അനുസ്മരിച്ചു എന്ന് പറഞ്ഞു. രസാതലവാസികൾക്ക് അധിവസിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് ഭൂമിയെ അവിടെ നിക്ഷേപിച്ചതാണെന്നാണ് 18-ാം അധ്യായം 3-ാം ശ്ലോകത്തിൽ ആ ഹിരണ്യാക്ഷൻ വരാഹമൂർത്തിയോട് പറയുന്നത്. ആ ഹിരണ്യാക്ഷൻ അപ്രകാരം ധരിച്ചതാകാം. ദൈവഹിതത്തിനനുസൃതമായിട്ട് ഭൂമി താണുപോയി എന്നാണ് ബ്രഹ്മാവ് വിചാരിച്ചത്. ഭൂമി രസാതലത്തിലേക്ക് താണുപോയെന്നും അതിനെ പൊക്കിയെടുക്കാൻ ഭഗവാൻ വരാഹാവതാരം സ്വീകരിച്ചുവെന്നും സർവപുരാണങ്ങളിലും പറയുന്നുണ്ട്. ആദ്യത്തെ പരാർത്ഥത്തിൻ്റെ ഒടുവിലത്തെ കൽപ്പം പാത്മമെന്നും രണ്ടാമത്തെ പരാർത്ഥത്തിൻ്റെ ആദ്യകൽപ്പം വരാഹമെന്നും 11-ാം അധ്യായം 35-36 ശ്ലോകങ്ങളിൽ പറഞ്ഞു. അങ്ങനെ പാത്മകൽപ്പം കഴിഞ്ഞ് നൈമിത്തിക പ്രളയം ഉണ്ടായി. അത് ബ്രഹ്മാവിൻ്റെ രാത്രിയാണ്. ബ്രഹ്മാവ് ഉറക്കം ഉണർന്നപ്പോൾ ഭൂമി സമുദ്രത്തിൽ നിമജ്ജനം ചെയ്തതായിട്ട് കണ്ടു. അങ്ങനെ ഇതിനെ ഉദ്ധരിക്കാൻ മാർഗം എന്തെന്ന് ചിന്തിച്ചു എന്നാണ് ആ മാർക്കാണ്ഡേയത്തിൽ ആ പാത്മാവസാന സമയേ നിശാസുപ്തോത്ഥിത പ്രഭു സത്വോദ്രിക്തസ്തദാ ബ്രഹ്മാ ശൂന്യം ലോകമവൈക്ഷത വിബുദ്ധ സലിലേ തസ്മിൻ വിധായ അന്തർഗതാം മഹീം അനുമാനാത് സമുദ്ധാരം കർത്തുകാമസ്തദാക്ഷിതേ. മാർക്കാണ്ഡേയ പുരാണത്തിൽ പറയുന്നുണ്ട്. ഇതിൽ നിന്നും സിദ്ധിക്കുന്നത് ഇവിടം മുതൽക്കാണ് വാരാഹകൽപ്പം ആരംഭിക്കുന്നതെന്നാണ്. അപ്പോൾ പാത്മത്തിനും വാരാഹത്തിനും ഇടയ്ക്ക് ഒരു നൈമിത്തിക പ്രളയം ഉണ്ടെന്ന് ആ മാർക്കാണ്ഡേയത്തിൽ നിന്നും ധരിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലെ പത്മാവസാന സമയേ, പാത്മകൽപ്പത്തിൻ്റെ അവസാന സമയത്തിൽ രാത്രിയിൽ സുപ്തോത്ഥിത, ആ സുഷുപ്തിയിൽ നിന്നും എണീറ്റ പ്രഭു, ആ ബ്രഹ്മാവ് സത്വോദ്രിക്തസ്തദാ ബ്രഹ്മാ ശൂന്യം, ആ ലോകം ശൂന്യമായിട്ട് അവിടെ ലോകമവൈക്ഷത കണ്ടു. വിബുദ്ധ സലിലേ, അത് ജലത്തിൽ അങ്ങനെ ഇതായിട്ട് തസ്മിൻ വിധായാന്തർഗതാം, അങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുള്ള ഭൂമിയെ അനുമാനാത് സമുദ്ധാരം, അതിനെ അനുമാനം കൊണ്ട് ഉദ്ധരിച്ചു. ഉദ്ധരിക്കുക എങ്ങനെയാന്നുള്ളതിനെ അനുമാനിച്ചു എന്ന്. കർത്തു കാമസ്തദാക്ഷിതേ, അങ്ങനെ ആ ആഗ്രഹം മനസ്സിലുദിച്ചു എന്ന്. ഇത്യാദി. ഇതിൽ നിന്ന് സിദ്ധിക്കുന്നത് ഇവിടെ മുതൽക്കാണ് വാരാഹകൽപ്പം ആരംഭിക്കുന്നത്. പാത്മത്തിനും വാരാഹത്തിനും ഇടയ്ക്കൊരു നൈമിത്തിക പ്രളയം ഉണ്ടായെന്ന് മാർക്കാണ്ഡേയത്തിൽ ധരിക്കാം. ബ്രഹ്മാവിൻ്റെ ഉറക്കത്തിൽ നിന്നും എണീറ്റ സമയത്ത് ആ പ്രളയം ഉണ്ടായി. അപ്പോൾ മുൻകൽപ്പത്തിനും ഈ കൽപ്പത്തിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ജനലോകം മുതലായ ആ ഊർധ്വലോകങ്ങൾക്ക് മാറ്റമില്ല.
തസ്യ ചാസ്യ ച കൽപ്പസ്യ മധ്യാവസ്ഥാം നിബോധത പ്രത്യാഗതേ പൂർവകൽപ്പേ പ്രതിസന്ധിം വിനാൻ അഘാഹ അന്യ പ്രവർത്തതേ കൽപ്പോ ജനലോകാദയ പുനഃ. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നുണ്ട്. ഈ കാരണത്താൽ ആകാം ഭാഗവതത്തിൽ പാത്മകൽപ്പം അവസാനിച്ചെന്നും പ്രളയാവസാനത്തിൽ വാരാഹകൽപ്പം ആവിർഭവിച്ചെന്നും പ്രത്യേകം പറയാതിരുന്നത്. ഏതായാലും ഇവിടം മുതൽ വാരാഹകൽപ്പമാണ്. അപ്പൊ ബ്രഹ്മാവ് ഭഗവാന്റെ സമീപത്തിൽ തന്നെയാണ് ശയിച്ചതെന്നും പ്രളയാവസാനത്തിൽ ഭഗവാൻ ഉണർത്തി അങ്ങനെ സൃഷ്ടിയിൽ വ്യാപരിക്കാൻ നിർദ്ദേശിച്ചുവെന്നും ബ്രഹ്മാവ് ഈ കൽപ്പത്തിലും ഭഗവാന്റെ നാഭീപത്മത്തിൽ തന്നെയാണെന്നും വാരാഹപുരാണം. കൽപ്പേ കൽപ്പേ തത്ര ശയാമി ഭൂയഃ സുപ്തസ്യ മേ നാഭിജഃ സ്യാദ് യഥാദ്യ. വായുപുരാണത്തിൽ പറയുന്നത് ഏവം ഭൂതസ്യ മേ ദേവ നാഭിപത്മേ ചതുർമുഖഃ ഉത്തസ്ഥൗ സ മയാ പ്രോക്തഃ പ്രജാഃ സൃജ മഹാമതേ. വായുപുരാണത്തിൽ ഈ കൽപ്പത്തിലെ സൃഷ്ടി പൂർവകൽപ്പാനുസാരേണ എന്ന് വാരാഹത്തിൽ തുടർന്നുള്ള ഭാഗത്തിൽ പറയുന്നുണ്ട്. ഓരോ കൽപ്പത്തിൻ്റെയും ആദിയിൽ ബ്രഹ്മാവ് തപസ്സനുഷ്ഠിക്കുന്നുവെന്നും ആ തപസ്സിന്റെ ഫലമായിട്ട് ലഭിക്കുന്ന ആ സിദ്ധിവിശേഷത്താൽ മുൻകൽപ്പാനുസാരേണ സൃഷ്ടിക്കുന്നുവെന്നും ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. ഋതം ച സത്യം ചാഭിധാ തപസോധ്യജായത തതോ രാത്ര്യജായത തതഃ സമുദ്രോർണവഃ സമുദ്രാത് അർണവാത് അധിസംവധ സരോ അജായത അഹോരാത്രാണി വിദധദ് വിശ്വസ്യമിഷതോ വശി സൂര്യചന്ദ്രാമസൗധാതായാത് യഥാപൂർവം അകൽപ്പയത് ദീവഞ്ച പൃഥിവീഞ്ച അന്തരീക്ഷം അഥോസ്വഹ. ഋഗ്വേദത്തിൽ പറയുന്നത് പിന്നെയും അതിനെ എങ്ങനെ സൃഷ്ടിക്കുന്നു, ഓരോരോ കൽപ്പത്തിലും എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ ഈ സൂക്തങ്ങളുടെ സാരാംശം ഇപ്രകാരമാണ്. ഋതം സത്യം ഇത്യാദികൾ ഉണ്ടായത് ബ്രഹ്മാവിന്റെ തപശക്തിയുടെ ഫലമായിട്ടാണ്. ആ ഋതം സത്യം, ഋതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർജവം, ആ ഊർജം, സത്യം, ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ആ സത്യം, ധർമ്മം, ഇതാണ് ശരിക്കുള്ളത്. ഋതം എന്ന് പറഞ്ഞാൽ ഊർജം, എനർജി, സത്യം, അസത്യമായിട്ടുള്ള അവസ്ഥ, ധർമ്മം, അതെല്ലാം ഒന്നാണ്. ഇതാണ് ഉണ്ടായത് ബ്രഹ്മാവിന്റെ തപശക്തിയുടെ ഫലമായിട്ടാണ്. നമ്മളുടെ സൃഷ്ടി ആയിരിക്കുന്ന ആ ബ്രഹ്മതത്വത്തിന്റെ തപസ്സിന്റെ ശക്തി ഉണ്ടായിട്ടുള്ളതാണ്. സൃഷ്ടിക്കുള്ള ഉണ്ടാകുന്നതാണ് തപസ്. അതിന് വേണ്ടിയിട്ടാണ് തപസ് അനുഷ്ഠിക്കുന്നത്. സൃഷ്ടിക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്യണം. അങ്ങനെയാണ് ആ ബ്രഹ്മാവിനെ സൃഷ്ടിക്കാനുള്ള ശക്തി ലഭിക്കുന്നത്. അതിനുശേഷം അഹോരാത്രങ്ങൾ ഉണ്ടായി, രാവും പകലുണ്ടായി, പിന്നെ ജലം ഉണ്ടായി, പിന്നെ സംവത്സരാത്മകമായിരിക്കുന്ന കാലമുണ്ടായി, അതിനുശേഷം ജീവജാല സൃഷ്ടി ഉണ്ടായി. ഇവയ്ക്കെല്ലാം അധിപതി ബ്രഹ്മദേവൻ തന്നെ. അനന്തരം ആ സൂര്യചന്ദ്രന്മാരെയും ഭൂമിയെയും അന്തരീക്ഷത്തെയും സ്വർഗത്തെയും മുൻകൽപ്പാനുസാരേണ സൃഷ്ടിച്ചു. ഇതാണ് ഇതിൽ പറയണത്. അപ്പൊ അതിലത്തെ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഇനി അഭിധ്യായതോ നാസാ വിവരാൽ സഹസാനഖ വരാഹതോകോ നിരഗാത് അങ്കുഷ്ഠപരിമാണകഃ. ഇത്യഭിധ്യായതോ നാസാ വിവരാത് സഹസാൻ അഖഃ വരാഹതോകോ നിരഗാത് അങ്കുഷ്ഠപരിമാണകഃ. അല്ലയോ പുണ്യാത്മാവേ, ഹേ അനഘ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലയോ പുണ്യാത്മാവേ, ഇപ്രകാരം ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മദേവന്റെ നാസാവിവരാത്, ആ നാസികയിൽ നിന്നും, നാസാദ്വാരത്തിൽ നിന്നും, അങ്കുഷ്ഠപരിമാണക പെരുവിരലിന്റെ വലിപ്പം മാത്രം ഉള്ള, വരാഹതോക ഒരു കാട്ടുപന്നിക്കുട്ടി, ഒരു പന്നിക്കുട്ടി, സഹസ പെട്ടെന്ന്, നീരക പുറത്തു ചാടി. എന്നുകൂടി പറയാം. ഹേ അനഘ, അല്ലയോ പുണ്യാത്മാവേ, ഇതി ഇപ്രകാരം അഭിധ്യായതഃ ധ്യാനിച്ചു കൊണ്ടിരുന്ന ആ ബ്രഹ്മദേവന്റെ നാസാവിവരാത് നാസാദ്വാരത്തിൽ നിന്ന്, അങ്കുഷ്ഠപരിമാണക പെരുവിരൽ വലിപ്പമുള്ള, വരാഹതോക ഒരു പന്നിക്കുട്ടി, സഹസ പെട്ടെന്ന്, നിരക പുറത്തു ചാടി. അപ്പോൾ അതിലത്തെ അന്വയം ഹേ പദങ്ങൾ ഹേ അനഘ, അല്ലയോ പുണ്യാത്മാവേ, ഇതി ഇപ്രകാരം, അഭിധ്യായതഃ
ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മദേവന്റെ നാസാവിവരാത് നാസാദ്വാരത്തിൽ നിന്ന് അങ്കുഷ്ഠപരിമാണക പെരുവിരലോളമുള്ള വരാഹതോക ഒരു പന്നിക്കുട്ടി സഹസാ പെട്ടെന്ന് നിരകാത് പുറത്തു ചാടി. ഒന്നുകൂടി പറയാം. ഹേ അനഘാലയോ പുണ്യാത്മാവേ, ഇതി ഇപ്രകാരം അഭിധ്യായത ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മദേവന്റെ നാസാവിവരാ നാസാദ്വാരത്തിൽ നിന്നും അങ്കുഷ്ഠപരിമാണക പെരുവിരലോളമുള്ള വരാഹതോക ഒരു പന്നിക്കുട്ടി സഹസാ പെട്ടെന്ന് നിരകാത് പുറത്തു ചാടി. അപ്പൊ അതിലത്തെ അന്വയം ഹേ അനഘ ഇതി അഭിധ്യായത നാസാവിവരാത് അങ്കുഷ്ഠപരിമാണക വരാഹതോക സഹസാ നിരകാത്. ഇതി ഹേ അനഘ ഇതി അഭിധ്യായത നാസാവിവരാത് അങ്കുഷ്ഠപരിമാണക വരാഹതോക വരാഹതോക സഹസാ നിരകാത്. അല്ലയോ പുണ്യാത്മാവേ, ഇപ്രകാരം ധ്യാനിച്ചു കൊണ്ടിരുന്ന ആ ബ്രഹ്മദേവന്റെ നാസാദ്വാരത്തിൽ നിന്ന് പെരുവിരലോളമുള്ള ആ വരാഹം ഒരു പന്നിക്കുട്ടി പെട്ടെന്ന് പുറത്തു ചാടി. അല്ലയോ പുണ്യാത്മാവേ, ഇപ്രകാരം ധ്യാനിച്ചു കൊണ്ടിരുന്ന ആ ബ്രഹ്മദേവന്റെ നാസാദ്വാരത്തിൽ നിന്നും പെരുവിരലോളമുള്ള ഒരു പന്നിക്കുട്ടി പെട്ടെന്ന് പുറത്തു ചാടി. അല്ലയോ പാപങ്ങൾ സ്പർശിച്ചിട്ടില്ലാത്തവനായിരിക്കുന്ന വിതുര മഹാശയ, ഇപ്രകാരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മാവിന്റെ നാസാദ്വാരത്തിൽ നിന്നും അങ്കുഷ്ഠത്തോളം, അതായത് പെരുവിരലിനോളം വലുപ്പമുള്ള ഒരു പന്നിക്കുട്ടി ബഹിർഗമിച്ചു. വരാഹാവതാരം അവിടെ നടന്നു എന്നർത്ഥം. അനഘ ഇങ്ങനെ ചിന്തിക്കുന്ന ആ ബ്രഹ്മാവിന്റെ നാസികാദ്വാരത്തിൽ നിന്ന് തള്ളവിരലിനോളം മാത്രം വലിപ്പമുള്ള ഒരു പന്നിക്കുഞ്ഞ് പുറത്തു വന്നു. ഞാൻ പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കെ പ്രജകൾക്കിരിപ്പാനുള്ള സ്ഥാനമായ ഭൂമിയെ ജലം അതിക്രമിച്ചുകൊണ്ട് ഭൂമി പാതാളത്തിലെത്തിയിരിക്കുന്നു. സർവേശ്വരൻ പ്രജകളെ സൃഷ്ടിക്കുന്നതിനായിട്ട് നിയമിച്ചിരിക്കുന്ന ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? യാതൊരുവന്റെ ആ ഹൃദയത്തിൽ നിന്നും ജനിച്ചിരിക്കുന്ന പുത്രൻ ആകുന്നുവോ ഞാൻ. എൻ്റെ പിതാവും കരുണാനിധിയും പവിത്രകീർത്തിമാനും സർവാന്തര്യാമിയുമായിട്ടുള്ള ആ ഭഗവാൻ തന്നെ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് തോന്നിപ്പിക്കട്ടെ. അല്ലയോ പരിശുദ്ധ സ്വഭാവമുള്ള വിതുര, ഇങ്ങനെ ദൃഢമായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്ന ആ ബ്രഹ്മാവിൻ്റെ നാസികാദ്വാരത്തിൽ നിന്നും പെരുവിരലോളം വലിപ്പമുള്ള ഒരു ചെറിയ വരാഹം പുറത്തേക്ക് ചാടി. ഇതാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്, ശ്ലോകത്തിൻ്റെ അർത്ഥം. യസ്യ ഹൃദയാത് അഹം ഉൽപ്പന്നഃ സ ഈശോ മേ കാര്യം സമ്പാദയതു ഇതി ധ്യായതസ്തസ്യ. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കെ നാസാവിവരാത് അങ്കുഷ്ഠപരിണാമകോ, ആ നാസാദ്വാരത്തിൽ നിന്നും പെരുവിരലോളം വലുപ്പമുള്ള വരാഹതോകോ നിരകാത് വരാഹരൂപം പുറത്തേക്ക് വന്നു. യസ്യ ഹൃദയാത് അഹമുൽപ്പന്നഃ സ ഈശോ മേ കാര്യം സമ്പാദയതു ഇതി ധ്യായതസ്തസ്യ നാസാവിവരാത് അങ്കുഷ്ഠപരിമാണകോ വരാഹതോകോ നിരകാത്. വരാഹതോകം അവിടെ പുറത്തേക്ക് വന്നു, വരാഹാവതാരം ഉണ്ടായെന്നാണ്. അടുത്ത ശ്ലോകം നോക്കാം. തസ്യാഭിപശ്യത ഖസ്ഥഃ ക്ഷണേന കില ഭാരത ഗജമാത്രഃ പ്രവവൃധേ തദ്അദ്ഭുതമഭൂന്മഹദ്. എന്നുകൂടി പറയാം, ചൊല്ലാം. തസ്യാഭിപശ്യത, ഇങ്ങനെ കണ്ടപ്പോൾ പശ്യത ഖസ്ഥഃ, ആ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്ത ക്ഷണേന കില ഭാരത, പെട്ടെന്ന് ആ പന്നിക്കുട്ടി ക്ഷണനേരം കൊണ്ട് ഗജമാത്ര പ്രവവൃദ്ധേ, ആനയുടെ അത്ര വലുപ്പമായി. പ്രവവൃദ്ധേ, ഒരു ക്ഷണം കൊണ്ട് അത് ആനയുടെ അത്ര വലുപ്പമായി. പ്രവവൃദ്ധേ തദദ്ഭുതം അഭൂന്മഹത്, ആനയോളം വളർന്നു അത്രേ, അത്ഭുതം തന്നെ, അത് അത്യന്തം അത്ഭുതകരമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. തസ്യാഭിപശ്യത ഖസ്ഥഃ ക്ഷണേന കില ഭാരത ഗജമാത്ര പ്രവവൃദ്ധേ തദദ്ഭുതം അഭൂന്മഹത്.
അലയോ ഭാരത, ഹേ ഭാരത, അലയോ ഭാരത, തസ്യ അഭിപശ്യത, ആ ബ്രഹ്മദേവൻ നോക്കി നിൽക്കവേ, തസ്യ അഭിപശ്യത, ആ ബ്രഹ്മദേവൻ നോക്കി നിൽക്കവേ, ഖസ്ഥ, അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്ത ആ പന്നിക്കുട്ടി, ക്ഷണേന, ക്ഷണ നേരം കൊണ്ട്, ഗജമാത്ര, ആനയോളം, പ്രവവൃദ്ധേ കില, വളർന്നു അത്രേ, തത് മഹത് അദ്ഭുതം അഭൂത്, അത് അത്യന്തം അത്ഭുതകരമായി തീർന്നു. ഒന്നുകൂടി പറയാം, ഹേ ഭാരത, അല്ലയോ ഭാരത, തസ്യ അഭിപശ്യത, ആ ബ്രഹ്മദേവൻ നോക്കി നിൽക്കവേ, ഖസ്ഥ, അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്ത ആ പന്നിക്കുട്ടി, ക്ഷണേന, ക്ഷണനേരം കൊണ്ട്, ഗജമാത്ര, ആനയോളം, പ്രവവൃദ്ധേ കില, പ്രവവൃദ്ധേ കില, വളർന്നു അത്രേ, തത് മഹത് അദ്ഭുതം അഭൂത്, അത് അത്യന്തം അത്ഭുതകരം ആയി തീർന്നു. ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്വയം നോക്കാം. ഹേ ഭാരത, തസ്യ അഭിപശ്യതഃ ഖസ്ഥഃ ക്ഷണേന ഗജമാത്രം പ്രവവൃദ്ധേ കില തത് മഹത് അദ്ഭുതം അഭൂത്. എന്നുകൂടി പറയാം. ഹേ ഭാരത, അഭിപശ്യതഃ ഖസ്ഥം ക്ഷണേന ഗജമാത്രഃ പ്രവവൃദ്ധേ കില തത് മഹത് അദ്ഭുതം അഭൂത്. അതായത്, അല്ലയോ ഭാരത, ആ ബ്രഹ്മദേവൻ നോക്കി നിൽക്കവേ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്ത ആ പന്നിക്കുട്ടി ക്ഷണനേരം കൊണ്ട് ആനയോളം വളർന്നുവത്രേ. അത് അത്യന്തം അത്ഭുതകരമായി തീർന്നു. എന്നുകൂടി പറയാം. അല്ലയോ ഭാരത, ആ ബ്രഹ്മദേവൻ നോക്കി നിൽക്കവേ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ആ പന്നിക്കുട്ടി ക്ഷണനേരം കൊണ്ട് ആനയോളം വളർന്നുവത്രേ. അത് അത്യന്തം അത്ഭുതകരമായി തീർന്നു. ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ വരാഹ ശിശു ബ്രഹ്മാവ് നോക്കിക്കൊണ്ടിരിക്കെ ഒരു ആനയോളം വലുതായി. അതൊരു അത്ഭുതം തന്നെയായിരുന്നു. ഭാരത, ബ്രഹ്മാവ് നോക്കി നിൽക്കെ തന്നെ ഭഗവാൻ ആകാശത്തിൽ നിന്നുകൊണ്ട് ക്ഷണത്തിൽ ഗജേന്ദ്രനെ പോലെ വലുതായി. അത് അത്യാശ്ചര്യകരമായിരുന്നു എന്ന് പറയും. ആ ബ്രഹ്മാവിൻ്റെ അല്ലയോ പരിശുദ്ധ സ്വഭാവമുള്ള വിതുര, ഇങ്ങനെ ദൃഢമായി ചിന്തിച്ചുകൊണ്ടിരുന്ന ബ്രഹ്മാവിൻ്റെ ആ നാസികാദ്വാരത്തിൽ നിന്നും പെരുവിരലോളം വലിപ്പമുള്ള ഒരു ചെറിയ വരാൻ പുറത്തേക്ക് ചാടി പന്നിയുടെ മുഖവും മനുഷ്യ ശരീരവുമുള്ള ഒരു അത്ഭുത രൂപം അത്ഭുത ലീലയെ നടത്തുന്നതിൽ സമർത്ഥനായിരിക്കുന്ന ആ ഭഗവാന്റെ ഈ മാതിരി പ്രവൃത്തിയിൽ അവിശ്വാസം തോന്നുന്നതായ അന്ധക്കരണ മാലിന്യം നിനക്കില്ലാത്തത് കൊണ്ട് ഭഗവത് മാഹാത്മ്യമോർത്ത് സന്തോഷിച്ചു കൊള്ളുക. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കിയാൽ നമുക്ക് അതിൻ്റെ മുഴുവൻ അറിയാം. അപ്പം ഇതിൽ ആ വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത് തഥാ ബ്രഹ്മണഃ പശ്യതഃ. അപ്പോൾ ആ ബ്രഹ്മാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സതോ ആ സത്വം വരാഹതോകഃ, ആ വരാഹമൂർത്തി ആകാശേ സ്ഥിതഃ, ആകാശത്തിൽ അന്തരീക്ഷത്തിൽ സ്ഥിതമാണ്. സൻ ക്ഷണേന, പെട്ടെന്ന് ക്ഷണത്തിൽ തന്നെ ഗജപ്രമാണേ വവൃദ്ധേ, ഗജപ്രമാണേ വവൃദ്ധേ, ആനയ്ക്ക് തുല്യം അത് വളർന്നു. തഥാ ബ്രഹ്മണഃ പശ്യതഃ സതോ വരാഹതോകഃ ആകാശേ സ്ഥിതഃ സൻ ക്ഷണേന ഗജപ്രമാണോ വവൃദ്ധേ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. 20-ാമത്തെ. മരീചി പ്രമുഖൈർ വിപ്രൈഹി കുമാരൈർമനുനാ സഹ ദൃഷ്ട്വാ തത് സൗകരം രൂപം തർക്കയാമാസ ചിത്രഥ. മരീചി പ്രമുഖൈർ വിപ്രൈഹി കുമാരൈർമനുനാ സഹ ദൃഷ്ട്വാ തൽ സൗകരം രൂപം തർക്കയാമാസ ചിത്രഥ. മരീചി തുടങ്ങിയിട്ടുള്ള പ്രമുഖന്മാർ, വിപ്രന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ, കുമാരൈർ മനുന, സനകുമാരാദികൾ, മനുക്കള്, സഹ എല്ലാവരും കണ്ടു. ദൃഷ്ട്വാ തത് സൗകരം രൂപം, ആ സൗകര രൂപത്തെ, പന്നിയുടെ രൂപത്തെ കണ്ടു. തർക്കയാമാസ ചിത്രഥ, പരസ്പരം അവര് പലതും പറഞ്ഞു. ചിത്രഥ, പലതും പറഞ്ഞു എന്നാണ്. അങ്ങോട്ടും പരസ്പരം പലതും പറഞ്ഞു.
തത് സൗകരം രൂപം ദൃഷ്ടുവ, ആ പന്നിയുടെ ആകൃതിയിലുള്ള ആ സ്വരൂപത്തെ കണ്ടിട്ട് മരീചി പ്രമുഖൈഹി, ബ്രഹ്മാവ് മരീചി മുതലായിട്ടുള്ള വിപ്രൈഹി ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ, കുമാരൈഹി സനകാദികള്, മനുനാസഹ മനു ഇവരോടൊത്ത്, സ്വയംഭുവ മനുവിനോടൊത്ത്, ചിത്രധ പലതും, തർക്കയാമാസ പരസ്പരം അവർ പറഞ്ഞു എന്നർത്ഥം. തത് സൗകരം രൂപം ദൃഷ്ട്വ, ആ പന്നിയുടെ ആകൃതിയുള്ള ആ സ്വരൂപത്തെ കണ്ടിട്ട് മരീചി പ്രമുഖൈഹി ബ്രഹ്മാവ് മരീചി മുതലായിട്ടുള്ള വിപ്രൈഹി ആ ബ്രാഹ്മണർ, കുമാരൈഹി അസനകാദികൾ, മനുനാസഹ മനു ഇവരോടൊത്ത്, ചിത്രധ പലതും, തർക്കയാമാസ പരസ്പരം പറഞ്ഞു. പദാന്വയം തൽ സൗകരം രൂപം ദൃഷ്ട്വ മരീചി പ്രമുഖൈഹി വിപ്രൈഹി കുമാരൈഹി മനുനാ സഹ ചിത്രധ തർക്കയാമാസ. എന്നുകൂടി പറയാം. തൽ സൗകരം രൂപം ദൃഷ്ട്വ മരീചി പ്രമുഖൈഹി വിപ്രൈഹി കുമാരൈഹി മനുനാ സഹ ചിത്രധ തർക്കയാമാസ. ആ പന്നിയുടെ ആകൃതിയിലുള്ള ആ സ്വരൂപത്തെ കണ്ടിട്ട് ആ ബ്രഹ്മാവ് മരീചി മുതലായ ആ ബ്രാഹ്മണര്, സനകാദികള്, മനു ഇവരോടൊത്ത് അവർ പലതും അങ്ങനെ പരസ്പരം പറഞ്ഞു. മരീചി മുതലായിട്ടുള്ള വിപ്രന്മാർ, സനകാദികൾ, മനു ഇവരോടൊന്നിച്ച് ബ്രഹ്മാവ് ആ പന്നിയുടെ രൂപത്തെ കണ്ട് ഇതെന്താണെന്ന് പലവിധത്തിലും ചിന്തിച്ചുകൊണ്ട് ചർച്ച ചെയ്തു എന്നർത്ഥം. തത് സൗകരം രൂപം ദൃഷ്ട്വ മരീചി പ്രമുഖൈഹി വിപ്രൈഹി കുമാരൈഹി മനുനാ സഹ ചിത്രധ തർക്കയാമാസ. മരീചി മുതലായിട്ടുള്ള വിപ്രന്മാർ, അസനകാദികൾ, മനു ഇവരോടൊന്നിച്ചിട്ട് ആ ബ്രഹ്മാവ് ആ പന്നിയുടെ രൂപത്തെ കണ്ട് ഇതെന്താണെന്ന് പല വിധത്തിൽ ചിന്തിച്ചുകൊണ്ട് അവർ ചർച്ച ചെയ്തു. ബ്രഹ്മാവ് നോക്കി നിൽക്കെ തന്നെ ആ ഭഗവാൻ ആകാശത്തിൽ നിന്നുകൊണ്ട് ക്ഷണത്തിൽ ഗജേന്ദ്രനെ പോലെ വലുതായി എന്ന് പറഞ്ഞു. അത് അത്യാശ്ചര്യകരമായിരുന്നു എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് സനകാദികളോടും മരീചി തുടങ്ങിയിട്ടുള്ള പ്രജാപതിമാരോടും മനുവിനോടും കൂടി ആ വരാഹ രൂപത്തെ കണ്ടിട്ട് പലതരത്തില് ഊഹിച്ചു. ആ വരാഹ ശിശു ആകാശത്തിൽ നിൽക്കുന്നതിനെ ബ്രഹ്മാവ് നോക്കിക്കൊണ്ടിരിക്കെ അല്പസമയത്തിനുള്ളിൽ ആനയോളം വലിപ്പമുള്ളതായിട്ട് അത് ഭവിച്ചു. അത് എത്രയും അത്ഭുതകരമായിട്ട് തോന്നി. ആ ബ്രഹ്മാവും മരീചി മുതലായിട്ടുള്ള ബ്രാഹ്മണരും സനൽകുമാരൻ മുതലായിട്ടുള്ള മഹർഷീശ്വരന്മാരും മനുവും ആ സൂകര സ്വരൂപത്തെ നോക്കിയിട്ട് ബഹുവിധം ചിന്ത ചെയ്തു. അതാണ് ഈ ശ്ലോകത്തിൽ. അപ്പൊ അടുത്ത ശ്ലോകം നോക്കാം. 21. കിമേതൽ സൗകരവ്യാജം സത്വം ദിവ്യമവസ്ഥിതം അഹോ ബദാശ്ചര്യമിദം നാസായ മേ വിനിസൃതം. കിമേതൽ സൗകരവ്യാജം സത്വം ദിവ്യമവസ്ഥിതം അഹോ ബദാശ്ചര്യമിദം നാസായ മേ വിനിസൃതം. അപ്പോൾ എൻ്റെ നാസായ, എൻ്റെ മൂക്കിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ള ചാടിയതും, വിനിസൃതം ദിവ്യമായിരിക്കുന്ന, അവസ്ഥിതം ദിവ്യമായി നിൽക്കുന്നതുമായിട്ടുള്ള സൗകരവ്യാജം, ഒരു വ്യാജമായിട്ടുള്ള പന്നി, ഒരു കപടം ആയിട്ടുള്ള ആ പന്നിയുടെ രൂപം ധരിച്ചതുമായിരിക്കുന്ന ഈ സത്വം, ഇത് എന്താണ് എന്ന് അഹോബത അങ്ങ് പറഞ്ഞു തന്നാലും അത്യാശ്ചര്യകരം തന്നെ. അഹോബത ആശ്ചര്യമിതം നാസായ മേ വിനിസൃതം കിമേതത് സൗകരവ്യാജം സത്വം ദിവ്യം അവസ്ഥിതം ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിലത്തെ പദങ്ങള് മേ എൻ്റെ, നാസായാഹ മൂക്കിൽ നിന്ന്, വിനിസൃതം പുറത്തു ചാടിയതും, ദിവ്യം ദിവ്യമായിട്ട്, അവസ്ഥിതം നിലനിൽക്കുന്നതും, സൗകരവ്യാജം വ്യാജമായ ആ പന്നിയുടെ രൂപം ധരിച്ചതുമായിരിക്കുന്ന ഏതത് സത്വം ഈ സത്വം, കിം എന്താണ്, ഇതം ഇത്, അഹോബത ആശ്ചര്യം അത്യാശ്ചര്യകരം തന്നെ. ഒന്നും കൂടി പറയാം. മേ എൻ്റെ, നാസായാഹ മൂക്കിൽ നിന്ന്, വിനിസൃതം പുറത്തു ചാടിയതും, ദിവ്യം ദിവ്യമായി, അവസ്ഥിതം നിലനിൽക്കുന്നതും, സൗകരവ്യാജം വ്യാജമായി പന്നിയുടെ രൂപം ധരിച്ചതുമായിട്ടുള്ള ഏതത് സത്വം ഈ സത്വം, കിം എന്താണ്, ഇതം ഇത്, അഹോബത ആശ്ചര്യം പറഞ്ഞു തന്നാലും അത്യാശ്ചര്യകരം തന്നെ. എൻ്റെ നാസാദ്വാരത്തിൽ നിന്നും പുറത്തു വന്നതും പന്നിയുടെ ആ വ്യാജസ്വരൂപം സ്വീകരിച്ചതും
ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായിട്ടുള്ള ഈ സത്വം ഈശ്വര സംബന്ധിയാണെന്ന് നിശ്ചയം തന്നെ. ഇത് അത്യത്ഭുതം തന്നെ, അത്ഭുതകരം തന്നെ എന്നാണ് പറയുന്നത്. അപ്പോൾ പദങ്ങളൊന്നും കൂടി പറയാം. മേ എൻ്റെ, നാസായ മൂക്കിൽ നിന്ന്, വിനിസൃതം പുറത്തു ചാടിയതും, ദിവ്യം ദിവ്യമായിട്ട്, അവസ്ഥിതം നിലനിൽക്കുന്നതും, സൗകരവ്യാജം വ്യാജമായി ആ പന്നിയുടെ രൂപം ധരിച്ചതുമായിട്ടുള്ള ഏതത് സത്വം ഈ സത്വം, കിം എന്താണ്, ഇതം ഇത്, അഹോബത ആശ്ചര്യം എത്രയും ആശ്ചര്യകരമായിരിക്കുന്നു. തന്വയം മേ നാസായാഹ വിനിസൃതം, മേ നാസായാഹ വിനിസൃതം ദിവ്യം അവസ്ഥിതം സൗകരവ്യാജം ഏതത് സത്വം കിം ഇദം അഹോബത ആശ്ചര്യം. എന്നുകൂടി പറയാം. മേ നാസായാഹ വിനിസൃതം ദിവ്യം അവസ്ഥിതം സൗകരവ്യാജം ഏതത് സത്വം കിം ഇദം അഹോബത. എൻ്റെ നാസാദ്വാരത്തിൽ നിന്നും പുറത്തു വന്നതും പന്നിയുടെ ആ വ്യാജസ്വരൂപം സ്വീകരിച്ചതും ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായിട്ടുള്ള സത്വം ഈ സത്വം ഈശ്വര സംബന്ധിയാണെന്ന് നിശ്ചയം. ഇത് അത്യത്ഭുതം തന്നെ. എൻ്റെ മൂക്കിൽ നിന്ന് പുറത്ത് ചാടിയതും ദിവ്യമായി നിലനിൽക്കുന്നതും വ്യാജമായി പന്നിയുടെ രൂപം ധരിച്ചതുമായിട്ടുള്ള ഈ സത്വം എന്താണ്? അത്യാശ്ചര്യകരം തന്നെ. അപ്പം ഇതില് പന്നി എന്ന വ്യാജേന ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് എന്തൊരു ദിവ്യ പ്രാണിയാണ്. അത്യത്ഭുതകരമായ ഇത് എൻ്റെ നാസികയിൽ നിന്നും ആവിർഭവിച്ചു. അത്ഭുതം തന്നെ. ഇത് എന്തൊരാശ്ചര്യം. സൂകരാകൃതിയെ വ്യാജമായിട്ട് പുറമേ പ്രകാശിപ്പിച്ചുകൊണ്ട് ആകാശത്തിൽ നിൽക്കുന്ന ഈ പ്രാണി ദിവ്യമായ ഒന്നാണെന്ന് നിശ്ചയം. ഇത് എൻ്റെ നാസികയിൽ നിന്നും പുറപ്പെട്ടത് മഹാ ആശ്ചര്യം തന്നെ. അപ്പം അതിൻ്റെ വ്യാഖ്യാനം നോക്കാം. അഹോ മേ നാസായ വിനിസൃതം മഹദാശ്ചര്യം. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ അഹോ എൻ്റെ നാസായ എൻ്റെ ആ നാസികയിൽ നിന്നും വിനിസൃതം പുറത്തു ചാടിയത് ഈ വരാഹം മഹദാശ്ചര്യം. ഇത് വളരെ ആശ്ചര്യകരം ആയിരിക്കുന്നു ഉള്ളതാണ് ശ്ലോകം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം 22-ാമത്തെ ശ്ലോകം. ദൃഷ്ടോങ്കുഷ്ഠശിരോ മാത്ര ക്ഷണാത് ഗണ്ഡശിലാസമഃ അപിസ്വിത് ഭഗവാനേഷ യജ്ഞോ മേ ഖേദയൻ മനഃ. ദൃഷ്ടോങ്കുഷ്ഠശിരോ മാത്ര ക്ഷണാത് ഗണ്ഡശിലാസമഃ അപിസ്വിത് ഭഗവാനേഷ യജ്ഞോ മേ ഖേദയൻ മനഃ. അപ്പോൾ അങ്കുഷ്ഠ ശിരോമാത്ര ആ പെരുവിരലിൻ്റെ അഗ്രത്തോളം വലിപ്പമുള്ളതായിട്ട് കാണപ്പെട്ട അത് ക്ഷണാ അത് പെട്ടെന്ന് ഗണ്ഡശില കൂറ്റൻ പാറ പോലെയായി ശിലാസമഹ ആയി തീർന്നു. ഏഷ ഇത് അപിസ്വിത് ഭഗവാൻ ഏഷ ഇത് എൻ്റെ മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ട് ആ ഭഗവാനും യജ്ഞരൂപിയുമായിരിക്കുന്ന മഹാവിഷ്ണു തന്നെയോ. ഭഗവാനാണോ ആ വ്യാജമായിരിക്കുന്ന പന്നിയാണോ എന്ന് നിരൂപിക്കാനാവാതെ കണ്ട് ആ ബ്രഹ്മദേവൻ ഇങ്ങനെ പറയുകയാണ്. പെരുവിരലിൻ്റെ ആ വലിപ്പം ഉള്ളതായിട്ട് കാണപ്പെട്ട ആ സൂകരം വലിയ പാറ പോലെ, അങ്ങനെ കൂറ്റൻ പാറ പോലെ വലുതായി പെട്ടെന്ന് കാണപ്പെട്ടപ്പോൾ അത് എൻ്റെ മനസ്സിന് അതിനൊരു വിഷമമുണ്ടാക്കി. എൻ്റെ മനസ്സിൽ ഇതാരാണ്? ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെയല്ലേ, മഹാവിഷ്ണു തന്നെയല്ലേ എന്നുള്ളതിനെ പറ്റി, ആ യജ്ഞമൂർത്തി തന്നെയല്ലേ എന്നുള്ളതിനെ പറ്റിയൊരു സംശയം. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. അങ്കുഷ്ഠശിരോ മാത്ര പെരുവിരലിൻ്റെ അഗ്രത്തോളം വലിപ്പമുള്ളതായിട്ട്, ദൃഷ്ട കാണപ്പെട്ട ഇത് ഈ സൂകരരൂപം എന്നർത്ഥം. ക്ഷണാത് പെട്ടെന്ന്, ഗണ്ഡശിലാസമഹ അഭൂത് കൂറ്റൻ പാറ പോലെയായി, ഏഷ ഇത് മേ മനഃ എൻ്റെ മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ട് ഭഗവാനും
യജ്ഞഃ യജ്ഞരൂപിയുമായിരിക്കുന്ന മഹാവിഷ്ണു അപിസ്വിത് തന്നെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്കുഷ്ഠശിരോമാത്ര പെരുവിരലിൻ്റെ അഗ്രത്തോളം വലിപ്പമുള്ളതായിട്ട് ദൃഷ്ട കാണപ്പെട്ട ഇത് ക്ഷണാത് പെട്ടെന്ന് ഗണ്ഡശിലാസമഃ അഭൂത് കൂറ്റൻ പാറ പോലെയായി ഏഷഃ ഇത് മേ മനഃ എൻ്റെ മനസ്സിനെ ഖേദയൻ വിഷമിപ്പിച്ചുകൊണ്ട് ഭഗവാനും യജ്ഞരൂപിയുമായിരിക്കുന്ന മഹാവിഷ്ണു അപിസ്വിത് തന്നെയോ. ആദ്യം അപ്പൊ ഇതിന്റെ അന്വയം നോക്കാം. അങ്കുഷ്ഠശിരോമാത്ര ദൃഷ്ട അങ്കുഷ്ഠശിരോമാത്ര ദൃഷ്ട ക്ഷണാത് ഗണ്ഡശിലാസമഃ ഏഷഃ മേ മനഃ ഖേദയൻ ഭഗവാൻ യജ്ഞഃ അപി സ്വിത്. ഒന്നുകൂടി പറയാം. അങ്കുഷ്ഠശിരോമാത്ര ദൃഷ്ട ക്ഷണാത് ഗണ്ഡശിലാസമഃ അഭൂത് ഏഷഃ മേ മനഃ ഖേദയൻ ഭഗവാൻ യജ്ഞഃ അപി സ്വിത്. അതായത് പെരുവിരലിൻ്റെ വലിപ്പമുള്ളതായിട്ട് കാണപ്പെട്ട ഇത് പെട്ടെന്ന് കൂറ്റൻ പാറ പോലെയായി എൻ്റെ മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ട് ഭഗവാനും യജ്ഞരൂപിയുമായിരിക്കുന്ന മഹാവിഷ്ണു തന്നെയോ എന്ന സംശയം. ഒന്നുകൂടി പറയാം. പെരുവിരലിൻ്റെ അഗ്രത്തോളം വലിപ്പമുള്ളതായിട്ട് കാണപ്പെട്ട ഇത് പെട്ടെന്ന് കൂറ്റൻ പാറ പോലെയായിട്ട് ഇത് എൻ്റെ ആ മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ട് ആ ഭഗവാനും യജ്ഞരൂപിയായിരിക്കുന്ന മഹാവിഷ്ണു തന്നെയോ എന്ന സംശയം. ആദ്യം കണ്ടപ്പോൾ പെരുവിരലിൻ്റെ അഗ്രത്തോളം മാത്രം വലിപ്പമുണ്ടായിരുന്ന ആ രൂപം ക്ഷണനേരം കൊണ്ട് വലിയ പാറ പോലെയായി. എൻ്റെ മനസ്സിനെ ഇങ്ങനെ ദുഃഖിപ്പിക്കുന്ന ഇദ്ദേഹം യജ്ഞസ്വരൂപിയായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ തന്നെയോ എന്ന ഒരു സംശയാത്മകമായിരിക്കുന്ന ഒരു ചോദ്യം. ആദ്യം തള്ളവിരലിൻ്റെ അഗ്രഭാഗത്തോളം മാത്രം വലിപ്പമുള്ളതായിട്ട് കാണപ്പെട്ട ക്ഷണത്തിൽ സ്ഥൂലമായ ഒരു വലിയ പാറ പോലെ ഭവിച്ചു. സ്വരൂപം വ്യക്തമാക്കാതെ എൻ്റെ മനസ്സിനെ ഖേദിപ്പിക്കുന്ന ഇത് ആ ഭഗവാനായിരിക്കുന്ന സാക്ഷാൽ യജ്ഞമൂർത്തി ആയിരിക്കുമോ? ഈ രൂപത്തിൻ്റെ ആ ദിവ്യത്വ സംഭാവനയ്ക്ക് ഉണ്ടായിട്ടുള്ള കാരണം വിവരിക്കുന്നു. ആദ്യം പെരുവിരലിൻ്റെ ഊർധ്വഭാഗത്തോളം ഉണ്ടായിരുന്ന ഇത് ക്ഷണം കൊണ്ട് പർവ്വതത്തിൻ്റെ ഏകദേശ ഭാഗത്തോളം വലുതായിട്ട് കാണപ്പെടുന്നു. സ്വധർമ്മ ഫലത്തെ ദാനം ചെയ്യുന്ന സാക്ഷാത് ഭഗവാൻ തന്നെയോ സ്വരൂപത്തെ എനിക്ക് പ്രകാശിപ്പിക്കാതെ എൻ്റെ മനസ്സിനെ ഖേദിപ്പിക്കുന്നതായിട്ട് അസൂകരാകൃതിയെ അവലംബിച്ച് ശോഭിക്കുന്ന ഈ ദിവ്യരൂപത്തിൽ കാണപ്പെടുന്നത് ആ ഭഗവാൻ തന്നെയല്ലേ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പം അതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്. വ്യാഖ്യാനത്തിൽ പൂർവം അങ്കുഷ്ഠപർവമാത്രോ ദൃഷ്ട. ആദ്യം അങ്കുഷ്ഠ പെരുവിരലോളം ഉണ്ടായിരുന്നത്, പിന്നെ പർവ്വമാത്രോ ദൃഷ്ട പർവ്വതത്തിൻ്റെ പോലെ കാണപ്പെട്ടു പെട്ടെന്ന് ക്ഷണാൽ ദൃഷ്ട ക്ഷണാൽ ആ സ്ഥൂലപാപാണ സമഹ സ്ഥൂലമായിരിക്കുന്ന ആ വ്യാജമായിരിക്കുന്ന ആ ശരീരം അതഃ ഏഷ ഭഗവാനേവ മേ മന ഖേദയൻ. ഇത് ഭഗവാനല്ലേ എന്ന് എൻ്റെ മനസ്സ് കുറച്ച് വിഷമത്തോട് കൂടിയിട്ട് മേ മന ഖേദയൻ ജാതഃ മനസ്സിൽ ഒരു ഖേദം അവിടെ ഉണ്ടായി. പെട്ടെന്ന് അതിന് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടായി എന്നർത്ഥം. പൂർവം അങ്കുഷ്ഠപർവമാത്രോ ദൃഷ്ട ക്ഷണാത് സ്ഥൂലപാഷാണ സമഹ. സ്ഥൂലപാഷാണം എന്ന് പറഞ്ഞാൽ അതാണ് പാറ, സ്ഥൂലമായിരിക്കുന്ന പാറ. ക്ഷണാത് അങ്കുഷ്ഠപർവം ആ ഒരു പെരുവിരലിന് മാത്രം സമം. പർവം എന്ന് പറയുന്നത് ആ സമയത്ത് ഒരു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അങ്കുഷ്ഠപർവം മാത്രോ ആ പർവ്വത്തിൽ ആ സമയത്ത് വെറുതെ പെരുവിരലിന് മാത്രം വലിപ്പം ഉണ്ടായിരുന്ന ആ പന്നിയെ കണ്ടു. ക്ഷണാത് അത് പെട്ടെന്ന് സ്ഥൂലപാഷാണ സമഹ വലിയൊരു പാറ പോലെ സ്ഥൂലം ആയിരിക്കുന്ന പാറ പോലെ കാണും. അതഹ അത് ഏഷ ഭഗവാനേവ മേ ഇത് ആ സത്വം ഭഗവാൻ
അല്ലേ, മേ മന ഖേദയത്, എൻ്റെ മനസ്സൊന്ന് വിഷമിച്ചു. ജാതഃ ഖേദയത്, ജാതഃ എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്തത് ഇതി മീമാംസതസ്തസ്യ ബ്രാഹ്മണഃ സഹ സൂനുഭിഃ ഭഗവാൻ യജ്ഞപുരുഷോ ജഗർജാഗേന്ദ്രസന്നിഭഃ. ഇതി മീമാംസതസ്തസ്യ ബ്രഹ്മണഃ സഹ സൂനുഭിഃ ഭഗവാൻ യജ്ഞപുരുഷോ ജഗർജാഗേന്ദ്രസന്നിഭഃ. അപ്പോൾ ഇപ്രകാരം ആ പുത്രന്മാരോട് കൂടിയിട്ട് ആ ബ്രഹ്മദേവൻ ഓരോന്ന് ചർച്ച ചെയ്ത്, വിതുരനും മൈത്രേയനും ഓരോന്ന് ചർച്ച ചെയ്ത് ആ യജ്ഞമൂർത്തിയായിരിക്കുന്ന ആ ഭഗവാൻ അപ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ചർച്ച ചെയ്തിരിക്കുന്ന സമയത്ത് ആ യജ്ഞമൂർത്തിയായിരിക്കുന്ന ആ ഭഗവാൻ ഗർജിച്ചു. ജഗർജാഗേന്ദ്ര സന്നിഭ, അദ്ദേഹം വളരെ മഹാപർവ്വത തുല്യനായി തീർന്ന് ഗർജിച്ചു എന്നർത്ഥം. അപ്പോൾ ഇപ്രകാരം സൂനുഭി സഹ പുത്രന്മാരോടുകൂടി തസ്യ ബ്രഹ്മണ മീമാംസത, ആ ബ്രഹ്മദേവൻ ഓരോന്ന് ചർച്ച ചെയ്യവേ യജ്ഞപുരുഷ യജ്ഞമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ആ ശ്രീ വരാഹ ഭഗവാൻ അഗേന്ദ്രസന്നിഭ ഭൂത്വ മഹേന്ദ്രപർവ്വതം പോലെ തുല്യനായി തീർന്ന് ഗർജിച്ചു. ഒന്നുകൂടി പറയാം. ഇപ്രകാരം സൂനുഭി സഹ പുത്രന്മാരോട് കൂടിയിട്ട് തസ്യ ബ്രഹ്മണ മീമാംസത, ആ ബ്രഹ്മദേവൻ ഓരോന്ന് ചർച്ച ചെയ്യവേ യജ്ഞപുരുഷ യജ്ഞമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ശ്രീവരാഹ ഭഗവാൻ അഗേന്ദ്രസന്നിഭ ഭൂത്വ മഹാപർവ്വത തുല്യനായി തീർന്നിട്ട് ഗർജിച്ചു. പദത്തെ അന്വയം ഇതി സൂനുഭി സഹ അസ്യ ബ്രഹ്മണ മീമാംസത യജ്ഞപുരുഷ ഭഗവാൻ അഗേന്ദ്രസന്നിഭ ജഗർജ. എന്നൂടി പറയാം. ഇതി സൂനുഭി സഹ തസ്യ ബ്രഹ്മണ മീമാംസത യജ്ഞപുരുഷ ഭഗവാൻ അഗേന്ദ്രസന്നിഭ ജഗർജ. ഇപ്രകാരം ആ പുത്രന്മാരോടുകൂടി ആ ബ്രഹ്മദേവൻ ഓരോന്ന് ചർച്ച ചെയ്യവേ യജ്ഞമൂർത്തിയായിരിക്കുന്ന ആ ശ്രീ വരാഹ ഭഗവാൻ അവിടെ ആ മഹേന്ദ്രപർവ്വത തുല്യനായി തീർന്നിട്ട് ഗർജിച്ചു അർത്ഥം. ഇപ്രകാരം പുത്രന്മാരോടുകൂടി ആ ബ്രഹ്മദേവൻ ഓരോന്ന് ചർച്ച ചെയ്യവേ യജ്ഞമൂർത്തിയായിരിക്കുന്ന ആ വരാഹ ഭഗവാൻ മഹാപർവ്വത തുല്യനായി തീർന്നിട്ട് ഗർജിച്ചു. ബ്രഹ്മാവ് പുത്രന്മാരോടൊപ്പം ഇപ്രകാരം പലതും ഊഹിച്ചു കൊണ്ടിരിക്കെ പർവ്വതം പോലെ വലുതായ സ്വരൂപം ധരിച്ച യജ്ഞരൂപിയായിരിക്കുന്ന ഭഗവാൻ ഗർജിച്ചു. ബ്രഹ്മാവ് തൻ്റെ പുത്രന്മാരോടുകൂടി ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കെ യജ്ഞമൂർത്തിയായ സാക്ഷാത് ഭഗവാൻ പർവ്വതശ്രേഷ്ഠൻ എന്ന പോലെ വലുതായിട്ട് അട്ടഹസിച്ചു. പുത്രന്മാരായ മരീച്യാദികളും ബ്രഹ്മാവും മുകളിൽ വിവരിച്ച വിധത്തിൽ ആലോചിച്ചു കൊണ്ടിരിക്കെ സർവധർമ്മ കർമ്മങ്ങളുടെയും ഫലത്തെ ജീവന്മാർക്ക് നൽകുന്നതിന് സമർത്ഥനും ഇപ്പോൾ ഭൂമിയെ ഉദ്ധരിപ്പാനൊരുങ്ങിയിരിക്കുന്നവനുമാകയാൽ അതിന് മതിയായ ആ മഹത്തായ രൂപത്തെ ധരിച്ചിരിക്കുന്നവനുമായിരിക്കുന്ന ഭഗവാൻ ഗംഭീര ശബ്ദം പുറപ്പെടുമാറൊന്ന് ഗർജിച്ചു. അതിലത്തെ ആ വ്യാഖ്യാനം ഇതി ബ്രഹ്മണോ മീമാംസത, ഇവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ സതോ ഭഗവാൻ ആ ഭഗവാൻ ആകുന്ന വരാഹമൂർത്തി യജ്ഞോ ജഗർജ അട്ടഹസിച്ചു. ഇതി ബ്രഹ്മണോ മീമാംസത സതോ ഭഗവാൻ യജ്ഞോ ജഗർജ. അപ്പം ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. 23-ാമത്തെ ശ്ലോകം വരെ. ഹരേ കൃഷ്ണ.